ഗവർണർ സർക്കാർ പോരിൽ മഞ്ഞുരുക്കത്തിനുള്ള നീക്കം നാടകീയമായിരുന്നു. അതിന്റെ തുടക്കമായിരുന്നു കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ സർവകലാശാല ആസ്ഥാനത്തേക്കുള്ള വരവ്. ഗവർണറുടെ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികളുടെ കെട്ടിക്കിടക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാനായി VC എത്തിയപ്പോൾ SFIക്കാരും തടയാനുണ്ടായില്ല. 1838 ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് കഴിഞ്ഞു. അത്യാവശ്യ ഫയലുകൾ എല്ലാം തന്നെ തീർന്നു. ഈ ടേബിൾ ഫ്രീ ആണ്. തീർച്ചയായിട്ടും തടയാത്തതിൽ സന്തോഷമുണ്ട്. ഞാൻ കുട്ടികളുടെ പേരിൽ അതിന് സന്തോഷം പ്രകടിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ യോഗം നടക്കുന്നതിനിടെയാണ് സർക്കാർ ഗവർണർ പോര് തീർക്കാനുള്ള ആദ്യ ചുവടുവയ്പുണ്ടായത്. ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്ന VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെ കോളെത്തി. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ VCയെ നേരിൽ കാണണം. കൂടിക്കാഴ്ചയ്ക്കുള്ള സർക്കാർ താൽപര്യം അറിയിച്ചു. കാണാമെന്ന് VCയുടെ മറുപടി. VC മാധ്യമങ്ങളെ കാണുന്നതിന് മുൻപ് വീണ്ടും മന്ത്രി R ബിന്ദുവിന്റെ മെസ്സേജ്. ഡോക്ടർ എത്തുമോ? എത്താമെന്ന് VCയുടെ മറുപടി. മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം അടുത്തതുകൊണ്ട് മാധ്യമങ്ങളുമായി പിണങ്ങി സ്ഥലം വിട്ടു. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ സാനഡുവിൽ ഉച്ചയ്ക്ക് 2:30 കൂടിക്കാഴ്ച. മന്ത്രി VCയോട് ചോദിച്ചു, കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് VC ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ മറുപടി. സംഭാഷണത്തിനിടെ ഉച്ചഭക്ഷണം കഴിക്കാനും VCക്ക് മന്ത്രിയുടെ ക്ഷണം. ഭാരതാംബ ചിത്ര വിഷയത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാർ ചാൻസലറായ ഗവർണറെ അപമാനിച്ചെന്ന് VC. അതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്. അത് ശിക്ഷയല്ല, അന്വേഷണത്തിന്റെ ഭാഗമായ നടപടി മാത്രമാണ്. പക്ഷേ സസ്പെൻഷൻ അനുസരിക്കാതെ രജിസ്ട്രാർ മാത്രം ഇപ്പോഴും സർവകലാശാലയിൽ വരുന്നതിലുള്ള ശരികേട് VC വിശദീകരിച്ചു. സസ്പെൻഡഡ് രജിസ്ട്രാർ ഒപ്പിട്ട ഒരു ഫയലും ഞാൻ നോക്കിയിട്ടില്ല. നമ്മളൊരു അന്വേഷണം തുടങ്ങണമെങ്കിൽ അതിന്റെ നടപടികൾ ആരംഭിക്കണ്ടേ? അപ്പം ആ നടപടി ആരംഭിക്കണമെങ്കിൽ തന്നെ ഇതിനെ വയലേറ്റ് ചെയ്ത ഒരാൾ ഇവിടെ കയറി ഇരുന്നു കഴിഞ്ഞാൽ അതൊരു സാമാന്യ നീതിബോധവും മര്യാദയുമല്ലേ? അദ്ദേഹം കയറി എന്ന് സെക്യൂരിറ്റി ഓഫീസർ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ പോലീസിൽ കൊടുത്തിട്ടുണ്ട്. SFI പോലും സമരം നിർത്തി. അതുകൊണ്ട് രജിസ്ട്രാർ നിയമം അനുസരിക്കണമെന്ന് മന്ത്രിയോട് VC. ആദ്യം KS അനിൽകുമാർ സസ്പെൻഷൻ അനുസരിക്കണം. അത് പിൻവലിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തനിക്ക് അപേക്ഷ നൽകിയാൽ പരിശോധിക്കാമെന്നും VC വഴി തുറന്നിട്ടു. ഇത് കേട്ട മന്ത്രി R ബിന്ദുവിന്റെ ഉറപ്പെത്തി. രജിസ്ട്രാർ സസ്പെൻഷന് വഴങ്ങാത്ത പ്രശ്നം ബന്ധപ്പെട്ടവരുമായി സംസാരിക്കാം. രജിസ്ട്രാറുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി നിയമപ്രകാരം സിൻഡിക്കേറ്റ് ആണ്. ആ കാര്യം നമുക്ക് ചർച്ച ചെയ്തിട്ടല്ലേ തീരുമാനമാക്കാൻ പറ്റുള്ളൂ. 3/4 മണിക്കൂർ നീണ്ട ചർച്ച 3:15 അവസാനിച്ചു. കേരള സർവകലാശാലയിൽ തുടങ്ങിയ പോര് സർക്കാർ ഗവർണർ പോരായി മാറി വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാകുന്ന ഘട്ടത്തിലെത്തി. ഇത് ജനരോഷമായി മാറുമെന്ന് മനസ്സിലാക്കിയാണ് ഇരു കൂട്ടരുടെയും വിട്ടുവീഴ്ച. ഗവർണർ നാളെ തിരുവനന്തപുരത്ത് എത്തിയ ശേഷം മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും രാജ്ഭവനിലെത്തും. ഗവർണറെ കണ്ട് ഇപ്പോഴുണ്ടായ ഭിന്നതകൾ തുറന്ന് സംസാരിക്കും. അതോടെ മഞ്ഞൊരുക്കത്തിന് വഴിയൊരുങ്ങും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.